എന്റെ 10 പൈസ ഇല്ല. എനിക്ക് ഇതിനിറങ്ങാൻ ആളുമില്ല. ഞാനിനി എന്തിനു വേണം? നിങ്ങൾ പറഞ്ഞു തരി. എനിക്ക് സുഖമില്ലാത്തതാണ്. ഞാൻ സുഖമില്ലാതെ കിടക്കുന്നവളാണ്. എനിക്ക് ചുവട്ടുവെള്ളം കോരാൻ വയ്യ. ഒരു കാലും മറ്റാത്ത കിണറാണിത്. ആറ്റിങ്ങലിൽ അനധികൃത കുഴൽക്കിണർ നിർമ്മാണത്തെ തുടർന്ന് കക്കൂസ് മാലിന്യം സമീപത്തെ വീട്ടിൽ ഒലിച്ചിറങ്ങി കുടിവെള്ളം മുട്ടിയതായി പരാതി. വീട്ടമ്മ ആറ്റിങ്ങൽ നഗരസഭയ്ക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടും പരിഹാരം കാണാനാകുന്നില്ലെന്നും ആക്ഷേപം. ആറ്റിങ്ങൽ വേളാർകുടി മഞ്ഞവിള MS നിവാസിൽ ഒറ്റയ്ക്ക് താമസിച്ചു വരുന്ന വിജയകുമാരുടെ വീട്ടിലുള്ള കിണറ്റിലാണ് കക്കൂസ് മാലിന്യം ഒലിച്ചിറങ്ങുന്നതായി പരാതി. ഇക്കഴിഞ്ഞ ഏപ്രിൽ 9-ാം തീയതി സമീപവാസി കുഴൽക്കിണർ കുഴിച്ച സമയം തന്റെ കിണറ്റിൽ ഭയങ്കരമായ ശബ്ദമുണ്ടായെന്നും എന്നാൽ കിണറ്റിൽ കാര്യമായ തകരാറുണ്ടാകാത്തത് കാരണം ഇത് കാര്യമായി എടുത്തില്ലെന്നും ഇവർ പറയുന്നു. തുടർന്ന് 2 ദിവസങ്ങൾക്ക് ശേഷം തന്റെ കിണറ്റിൽ ജലം ഒലിച്ചിറങ്ങാൻ തുടങ്ങുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ കിണറ്റിൽ നിന്ന് ദുർഗന്ധം പടരുകയും ചെയ്തതായി പരാതി. തുടർന്ന് കിണറ്റിലെ ജലം എടുത്ത് പരിശോധിച്ചപ്പോൾ ദുർഗന്ധത്തെ കൂടാതെ എണ്ണയുടെ അംശവും കണ്ടെത്തി. ജലം വാട്ടർ അതോറിറ്റി ലാബിൽ പരിശോധനയ്ക്ക് നൽകിയിരിക്കുകയാണ്. പരിശോധനയിൽ കോളിഫോംസും കോളിയും കണ്ടെത്തി. തുടർന്ന് നഗരസഭയിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി നടത്തിയ പരിശോധനയിൽ മലിനജലം കിണറ്റിലിറങ്ങുന്നതായി കണ്ടെത്തി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും നഗരസഭ സ്വീകരിച്ചില്ലെന്നാണ് വീട്ടമ്മയുടെ പരാതി. 25-ാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ കിണറിൻ്റെ മൊത്തവും മാലിന്യങ്ങളാണ്. അപ്പുറത്ത് താവൂക്ക് കമ്പനിയിൽ ഒരു കുഴൽ കിണർ കുഴിച്ച് ഈ കൊച്ചു പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് അവിടെ കുഴൽ കിണർ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ആരെയും സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാങ്ങിച്ച കിണർ കുഴിച്ച് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് ഞാൻ ആരോടെയും പരാതിപ്പെട്ടില്ല. ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 5 മാസമായി. എനിക്കാരുമില്ല. ഞാൻ ആരോടെയും പരാതിയൊന്നും പറഞ്ഞില്ല. എൻ്റെ പിറക്കുള്ള ആളുകൾ ചെന്ന് പരാതിപ്പെട്ടപ്പോഴാണ് ഈ സംഭവം അത്രയും ഇവിടെ അവർ ചെന്ന് സ്റ്റേ വാങ്ങിച്ചു. പോലീസ് വന്ന് സ്റ്റേ വാങ്ങിച്ച് അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മഴ 2 ദിവസം പെയ്തപ്പോൾ എൻ്റെ കിണറ്റിൽ ഭയങ്കര ഒരു സൗണ്ട്. ഞാൻ റോട്ടിൽ പോയ ആളുകളെ വിളിച്ച് കാണിച്ച് ഇതെന്തൊരു സൗണ്ട് കേൾക്കണമെന്ന്. 5-6 ദിവസം വെള്ളം ഇല്ലായിരുന്നു. പൈപ്പിലൊന്നും വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് ആരാ പൈപ്പ് തുറന്ന് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കിണറ്റിൻ്റെ അവിടെ വന്നപ്പോൾ എൻ്റെ കിണറ്റിലാണ് ഈ സൗണ്ട് കേൾക്കണത്. ഒരു കൂത്താടി പോലും എൻ്റെ കിണറ്റിലുള്ളതല്ല. എല്ലാ വർഷവും ഞാൻ എൻ്റെ കിണർ വൃത്തിയായിട്ട് ഇറപ്പിച്ച് ഞാൻ അതിന് വേണ്ടുന്ന ഇത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന് ഇടുന്നതാണ്. മുനിസിപ്പാലിറ്റി ചെന്ന് അപേക്ഷ കൊടുത്ത് അവിടെ നിന്ന് ആൾ വന്ന് 2 പ്രാവശ്യം ആൾ വന്ന് ഇവിടെ വന്ന് നോക്കിയിട്ട് അവരെ വീട്ടിൽ ചെന്നിട്ട് പറയപ്പോൾ അവരെ കിണറ്റില്ല, അവരെ കക്കൂസിൻ്റെ മാലിന്യമെല്ലാം ഇത് കുഴിച്ചതിന് ശേഷം വന്ന മാലിന്യമാണ് എൻ്റെ കിണറ്റിൽ ഈ വിധം. ഞാൻ ഇനി എന്തൊരു കളക്ടർക്ക് എല്ലാ റെക്കോർഡും വച്ച് ഞാൻ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിതിനൊരു മോചനം തരണം. 5 തൊടിയിൽ നിന്നാണ് വെള്ളം അതിനകത്ത് പൈപ്പ് കണക്ക് വീഴണത്. ഞാൻ ഇനി എന്തൊരു ചെയ്യും? എനിക്ക് കുടിക്കാൻ എനിക്ക് വെള്ളം കോരാൻ പോവായി ചുവട്ടുവെള്ളം കോരാൻ എനിക്ക് വയ്യ. ഇപ്പോൾ വീട്ടമ്മ ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരിക്കുകയാണ്. യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഇവർ നടത്തിയ കുഴൽക്കിണർ നിർമ്മാണത്തെ തുടർന്നാണ് ഇവരുടെ വീട്ടിൽ നിന്നുമുള്ള കക്കൂസ് മാലിന്യം ഭൂമിക്കടിയിലൂടെ തങ്ങളുടെ വീട്ടിലെ കിണറ്റിൽ ഒലിച്ചിറങ്ങുന്നതായി വീട്ടമ്മ നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി കുടിവെള്ളം മുട്ടിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വീട്ടമ്മ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള ടുഡേ.